യുഗപുരുഷന്റെ സമാധിസ്ഥാനം കൊണ്ടും കാൽപ്പെരുമാറ്റം കൊണ്ടും പുണ്യമാർജിച്ച നാട് ശിവഗിരി. പ്രകൃതി രമണീയത കൊണ്ടും സമാധാനപൂർണമായ അന്തരീക്ഷം കൊണ്ടും ധ്യാനത്തിനും മനനത്തിനും ഏറെ ഇണങ്ങുന്ന ഒന്നായി ശ്രീനാരായണ ഗുരു എന്ന ജഗദ്ഗുരു സന്ദർശനത്തിനായി ശിവഗിരിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ശാന്തമായ ഒരിടം, മനസ്സിലേക്ക് ശാന്തി പകരുന്ന ഒരിടം, ഒരു ഭൂമിക. ആയിരത്തി 1903 വർക്കലയിലെ ഈ ശിവഗിരി കുന്നിലേക്ക് സന്ദർശനത്തിനായി ഗുരുദേവനെത്തിയത്. ഒപ്പം ശിഷ്യന്മാരെയും അദ്ദേഹം കൂട്ടി. പച്ചപ്പും വശ്യതയും ശാന്തതയും ഒത്തിണങ്ങിയ ഇവിടുത്തെ കാറ്റിനു പോലും മനുഷ്യഹൃദയത്തെ സംസ്കരിച്ചെടുക്കാനുള്ളത്ര ശേഷിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഗുരുദേവൻ ഇവിടെ ഒരു പർണശാല ഒരുക്കുകയായിരുന്നു. ഗുരുവിനെ കാണാനായി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരും ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ശിവഗിരിക്കുന്ന് ലോക ഭൂപടത്തിൻ്റെ നെറുകയിലേക്ക് യാത്ര ചെയ്തു തുടങ്ങി. സംസ്കാരവും ചരിത്രവും ഭക്തിയും ലക്ഷ്യബോധവുമെല്ലാം ഇവിടുത്തെ ഇലത്തലപ്പുകൾ പോലും ചൊല്ലിത്തുടങ്ങുകയായിരുന്നു. സത്യം, ധർമ്മം, ശാന്തി ദയ എന്ന സന്ദേശം ആലേഖനം ചെയ്തത് ഗുരുദേവൻ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയാണ്. 1921 കാരമുക്കിൽ മുരിക്കുംപുഴയിൽ ഒരു പ്രഭ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സന്ദേശം അവിടെ ആലേഖനം ചെയ്തത്. ഈ സമൂഹം ശാന്തിയിലൂടെയും ധർമ്മത്തിൻ്റെയും ദയയുടെയും പാതയിലൂടെ സഞ്ചരിക്കണം എന്ന മഹത്തായ ഉത്ബോധനമാണ് ഈ സന്ദേശത്തിലൂടെയും ഈ പ്രതിഷ്ഠയിലൂടെയും ഗുരുദേവൻ മാനവ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, മാനുഷിക മൂല്യങ്ങളെ ഹൃദയത്തിലേറ്റുക, അത് പ്രാവർത്തികമാക്കുക, അതുവഴി ജീവിതം ലക്ഷ്യപൂർണ്ണമാക്കുക എന്ന മഹത്തായ വഴിയാണ് ശ്രീനാരായണ ഗുരുദേവൻ വെട്ടിത്തുറന്നിട്ടുള്ളത്. 1928 ജാനുവരി മാസം 16 ശിവഗിരി തീർത്ഥാടനം എന്ന മഹത്തായ ആശയത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത്. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പാപം കഴുകിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന ഒരു പൗരാണിക സങ്കല്പമായിരുന്നു തീർത്ഥാടന സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പൗരാണിക സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന സങ്കല്പത്തിന് പുതിയ മാനവും രൂപവും നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സവിശേഷത. ആ തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ച വേളയിൽ അവിടെ വന്നവരോട് ഗുരു ചോദിച്ചത്, തീർത്ഥാടനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തീർത്ഥാടന അനുമതി ചോദിച്ചു വന്ന മാലിയിൽ ശ്രീ TK കിട്ടൻ റൈറ്റർക്കും വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും പുതിയ ഒരു ആശയം പറയുവാനുണ്ടായിരുന്നില്ല. അവരുടെ സങ്കല്പത്തിലുണ്ടാകുന്ന പൗരാണികമായ ഒരു തീർത്ഥാടന സങ്കല്പം ശിവഗിരി ഒരു പുണ്യകേന്ദ്രമായി ഗുരു പ്രഖ്യാപിക്കണം, ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഇത്രയും മാത്രം ലളിതമായ 2 കാര്യങ്ങൾ മാത്രമേ ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കുവാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശിവഗിരി തീർത്ഥാടനത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം, ഉദ്ദേശമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടവിധ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അവബോധം നൽകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രമാത്രം വളർന്ന് പന്തലിച്ച് പ്രാധാന്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ്
ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് തീർത്ഥാടകർക്ക് അവബോധം നൽകണമെന്ന് അന്ന് ഗുരു പറഞ്ഞത് 10 മുമ്പ്. പർണശാലയിൽ നിന്ന് ശാരദാമഠത്തിൻ്റെയും പാഠശാലകളുടെയും ഇടമാക്കി വർക്കല ശിവഗിരിക്കുന്നിനെ ഗുരു മാറ്റിയെടുത്തു. കേരളത്തിലും പുറത്തുമായി നിരവധി സരസ്വതി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഗുരു പ്രതിഷ്ഠിച്ച സരസ്വതി ദേവിക്കും ക്ഷേത്രത്തിനും നിരവധി പ്രത്യേകതകളുണ്ടായിരുന്നു. ശുഭ്രപങ്കജത്തിൽ ആസനസ്ഥയായ സരസ്വതി ദേവിയെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. അക്കാലത്തെ ക്ഷേത്ര സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ചെടുത്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും. ജനാലകളോടെയുള്ള ക്ഷേത്രം ഗുരുവിൻ്റെ ഏറ്റവും മഹിതമായ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഒന്നാണ് ശിവഗിരിയിലെ ശാരദാമഠം. ശാരദാമഠത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ശാരദാദേവി കുടികൊള്ളുന്ന അറിവിൻ്റെ ദേവതയാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറി കാശ്മീരിൽ എത്തിയിട്ടാണ് ശാരദാ മന്ദിരത്തിൽ 4 കവാടത്തിലുമുള്ള പണ്ഡിതന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സർവജ്ഞ പീഠം കയറി ശാരദാദേവി ദർശിക്കുന്നത്. പിന്നീടൊരു ശാരദയുള്ളത് ശങ്കരാചാര്യർ തന്നെ സ്ഥാപിച്ച ശൃംഗേരിയിലാണ്, ശൃംഗേരി മഠത്തിൽ. പിന്നീടുള്ളത് ശിവഗിരിയിലെ ശാരദാമഠമാണ്. അപ്പോൾ അറിവ് ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി കൈവശം വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു ഇവിടെ ധൈര്യപൂർവ്വം ശാരദയെ പ്രതിഷ്ഠിച്ച്, അതിലും ശൃംഗേരിയിലും ഹിമാലയത്തിലും ഒക്കെ ഇരുന്ന ശാരദയെ നമുക്ക് വേണ്ടി ഗുരു താഴേക്ക് ഇറക്കിക്കൊണ്ടു വന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിവുണ്ടാകട്ടെ. പക്ഷെ ഇവിടെ പൂജാരികളായിട്ടൊക്കെ ഗുരു നിയോഗിച്ചത് എന്താണ്? താഴ്ന്ന സമുദായത്തിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന പലരെയും ഇവിടെ പൂജയ്ക്ക് വേണ്ടി ഗുരു നിയോഗിച്ചു. അപ്പോൾ ഇവിടെ അഭിഷേകമില്ല, നൈവേദ്യമില്ല, മറ്റാഘോഷങ്ങളൊന്നുമില്ല. ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. നല്ല വെള്ളയായ മണൽ ചുറ്റും വിരിച്ചിരിക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഷ്ടകോണാകൃതിയിൽ വർണ്ണ ജനലുകൾ. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രകാശം കടക്കട്ടെ എന്നൊരു സങ്കല്പം. ശാരദയ്ക്ക് അഭിഷേകമില്ല, നിവേദ്യമില്ല. എത്രയോ വർഷമായി നിവേദ്യമില്ലാത്തതുകൊണ്ടോ അഭിഷേകമില്ലാത്തതുകൊണ്ടോ അവിടെ ഒരു ചൈതന്യത്തിന് ലോപവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും വളരെ പ്രസന്നവദനയായി ദേവി. അപ്പോൾ ക്ഷേത്രത്തിൽ വന്ന ഒരു പരിവർത്തനമാണ് ഗുരു നടത്തിയിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ശാരദാമഠം മറ്റു ക്ഷേത്രങ്ങൾക്കൊക്കെ മാതൃകയായ ഒരു ഉദാത്തമായ ശാരദാ സങ്കല്പമായി നിലനിൽക്കുകയാണ്. അറിവിൻ്റെ ദേവത. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഒരു തീർത്ഥാടനം എന്ന ആശയം ഗുരുദേവ സന്നിധിയിലേക്ക് ആദ്യം ഉണർത്തിച്ചത് കിട്ടൻ റൈറ്ററായിരുന്നു. ആ ആശയത്തെ ഗുരുദേവൻ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. കഠിന വ്രതമൊന്നുമില്ലാതെ ബുദ്ധഭഗവാന്റെ പഞ്ചശുദ്ധികൾ മാത്രം ആചരിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. അതിനായി ഒരു ദിവസവും അദ്ദേഹം തന്നെ അറിയിച്ചു. തീർത്ഥാടകർക്കുള്ള വസ്ത്രവും ഗുരു തന്നെ നിശ്ചയിച്ചു. മഞ്ഞ വസ്ത്രം. ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധഭഗവാന്റെയും വസ്ത്രത്തിൻ്റെ നിറം തന്നെയാണ് ഗുരു തെരഞ്ഞെടുത്തത്. തീർത്ഥാടനത്തിന് ആർഭാടങ്ങൾ പാടില്ലെന്നും ഗുരു നിർദ്ദേശിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൻ്റെ തന്നെ ഗുരുവായി തീരുന്നത് തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തപ്പോഴാണ്. അഷ്ടലക്ഷ്യങ്ങളായിരിക്കണം തീർത്ഥാടനത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്നായിരുന്നു ആ മഹാഗുരു ഉപദേശിച്ചത്. അങ്ങനെ 1933 ജനുവരി മാസം 1 ശിവഗിരിയിലേക്കുള്ള ആദ്യത്തെ തീർത്ഥാടനത്തിന് തുടക്കമായി. തീർത്ഥാടകർക്ക് വസ്ത്രം ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഗുരു ആലോചിച്ച് പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ വസ്ത്രം തന്നെ ആയിക്കോട്ടെ, മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞു. അതും ലാളിത്യപൂർണമായിരിക്കണം. വലിയ വില കൊടുത്ത് മഞ്ഞ പട്ട് വാങ്ങി ആരും ധരിക്കേണ്ടതില്ല. പഴയ വസ്ത്രങ്ങൾ അലക്കി ഒളിപ്പിച്ച് മഞ്ഞൾ മുക്കിയെടുത്ത് അത് ഉപയോഗിച്ചാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുദേവ പറഞ്ഞത്. തീർത്ഥാടകർ ആർഭാടം കാണിക്കരുത്. അനാർഭാടമായി തന്നെ ശിവഗിരിയിലെത്തി മടങ്ങി ഇവിടെ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഗുരു അന്ന് പറഞ്ഞു, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം കേട്ട് നാളത്തെ ജീവിതം ഒരു പ്രത്യാശയുടെ ജീവിതമായി മാറുവാൻ, ഒരു പ്രചോദനപരമായ ജീവിതം ഉണ്ടാകുവാൻ, ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ ശിവഗിരി തീർത്ഥാടനത്തോട് കഴിയണം. മറ്റ് തീർത്ഥാടനങ്ങളിലൂടെ പാപ കളഞ്ഞ് പുണ്യം നേടുന്നതിനുപരിയായി നമ്മുടെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയിക്കുവാനുള്ള തീർത്ഥാടനമായി ശിവഗിരി തീർത്ഥാടനം മാറണം എന്നതായിരുന്നു ആ മഹാഗുരുവിൻ്റെ മഹത്തായ സങ്കല്പം. തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് അഷ്ടലക്ഷ്യങ്ങളിൽ ഒന്നായ ജ്ഞാനം പകർന്നുകൊണ്ട് ശാരദാദേവിയെയും കാണാം. അവിടെ നിന്നുള്ള പടിക്കെട്ടുകൾ കയറി പർണശാലയുടെ തണലിൽ മനഃശക്തിയുടെ അതീന്ദ്രിയ ജ്ഞാനം അനുഭവിക്കാം. ക്രാന്തദർശിയായ കവിത്വത്തിൽ നിന്നും ഉയർന്നു വന്ന മഹദ്വചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന
വായു സാമീപ്യവും ഭക്തർക്കേകുന്നു. ഗുരുവിൻ്റെ മഹാസമാധി സ്ഥലത്തേക്കുള്ള പടിക്കെട്ടുകൾ തുടങ്ങുന്നിടത്തായി ഗുരുവിൻ്റെ അനുചരരിൽ പ്രധാനിയായ ബോധാനന്ദ സ്വാമികൾ സമാധി കൊള്ളുന്നു. ഗുരുദേവിൻ്റെ മഹാസമാധിക്ക് 3-ാം നാൾ ഗുരുദേവനാൽ പിൻഗാമിയായി അവരോധിക്കപ്പെട്ട ബോധാനന്ദ സ്വാമികളും സമാധിയാവുകയായിരുന്നു. കൊച്ചി SNDP യോഗത്തിൻ്റെ സ്ഥാപകനായും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അതെ, ഗുരുവിന് എല്ലാ തരത്തിലുള്ള ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അനന്തരഗാമിയാകാൻ ഭാഗ്യം ലഭിച്ചത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിക്കാണ്. അദ്ദേഹത്തെയാണ്. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്നാണ് ഗുരു തന്നെ പറഞ്ഞത്. ഇപ്പോൾ വളരെ വലിയൊരു ത്യാഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് കൊച്ചിൻ നാഷണൽ ബാങ്ക് സ്ഥാപിക്കുന്നത്. അന്നത്തെ കാലത്ത് ബാങ്ക് സ്ഥാപിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് ഒത്തിരിയേറെ കാര്യങ്ങളിൽ ത്യാഗപൂർവ്വം ഗുരുവിനോടൊപ്പം നിന്നു. ഗുരു സമാധിയായി 3-ാമത്തെ ദിവസം തന്നെ അദ്ദേഹം സമാധി ആയെന്നുള്ളതാണ്. ഗുരു നമ്മെ വിളിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലൊരു ത്യാഗിയായ എല്ലാ അർത്ഥത്തിലും അനന്തരഗാമിയായി തന്നെ ഭവിച്ചു എന്നുള്ളതാണ്. ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അനന്തരഗാമിയുടെ ധർമ്മം. അപ്പോൾ എല്ലാ യാത്രയിലും ഉണ്ടാകുമോ എന്ന് ഗുരു ബോധാനന്ദ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്. യാത്രകളിലെല്ലാം ഗുരു റെഡിയാകുന്നതിന് മുമ്പ് തന്നെ ബോധാനന്ദൻ റെഡിയായി നിൽക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ യാത്രയിലും ഉണ്ടാകുമോ എന്ന് ഗുരു ചോദിക്കുന്നുണ്ട്. എല്ലാ യാത്രയിലും ഉണ്ടാകുന്ന ബോധാനന്ദ സ്വാമി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ത്യാഗിപറ്റൻ്റെ സമാധി കൂടി നമുക്കെന്താണ് ശിവഗിരിയിൽ ദർശിക്കാൻ പറ്റുന്ന പുതിയൊരു സന്ദേശം എന്താണ് സമൂഹത്തിന് നൽകുവാൻ സാധിക്കും. അദ്ദേഹം യുവത്വത്തിൻ്റെ പ്രതീകവുമാണ്. വളരെ മഹാനായ ത്യാഗിയാണ്. ബോധാനന്ദ സ്വാമികളുടെ സമാധിക്കരികെ ഗുരുവര്യൻ്റെ കസേരയും ഭദ്രമായിരിക്കുന്നു. ഗുരുവിൻ്റെ യാത്രകൾക്കെന്നും കൂട്ടായിരുന്ന റിക്ഷാവണ്ടിയും പഴമ ചോരാതെ ശിവഗിരിക്കുന്നിൽ അദ്ദേഹത്തിൻ്റെ ദേവസാന്നിധ്യം പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ചരിത്രത്തെയും കാലഘട്ടത്തെയും ഭംഗിയുള്ള ഭക്തിയുടെയും ചിന്തയുടെയും സുവർണ നൂലിഴകൾ കൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഒരിടമായി ശിവഗിരി മാറുന്നത് ഇങ്ങനെയാണ്. വീശിയെത്തുന്ന ഇളംകാറ്റിൽ പോലും ആ മഹാത്മാവിൻ്റെ സാന്നിധ്യം ശിവഗിരിയിൽ നിന്നും അനുഭവവേദ്യമാകുന്നു. ഇനി മഹാസമാധിയിലേക്ക് പടിക്കെട്ടുകൾ കടന്നുകൊണ്ടുള്ള യാത്ര. ചുറ്റും തലയാട്ടി തണലേകി നിൽക്കുന്ന തരിശാഖകൾ. സ്വന്തമായി ഗുരുദേവൻ നട്ടുവളർത്തിയ പ്ലാവിനരികെ മഹാഗുരുവിൻ്റെ സമാധി കാണാം. പരിശുദ്ധിയുടെ നിറതേജസ്സോടെ ഗുരു ഇവിടെയാണ് മേവുന്നത്. ലോകം മുഴുവൻ സദ്വജനങ്ങളും സ്നേഹവും സംസ്കരണവും നടത്തിയ ഗുരുവിൻ്റെ ശ്വാസചലനങ്ങൾ പോലെ ആ പ്ലാവിൻ്റെ ഇലകളും ഇളകിക്കൊണ്ടേയിരിക്കുന്നു. ഈ സവിധത്തിൽ നിൽക്കുമ്പോൾ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്നുള്ള വാക്കുകളുടെ വെളിച്ചം അവിടമാകെ പ്രസരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വാക്കുകൾ വെളിച്ചമായി മാറുന്നു. അന്ധകാരത്തിലേക്ക് ചെറുതിരിയെങ്കിലും തെളിയിക്കാൻ ഉതകുന്ന ദിവ്യപ്രഭയായി ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിൻ്റെ നെറുകയിൽ ഉലകത്തിനുയരങ്ങൾ തൊട്ടുകൊണ്ട് ഇവിടെ സമാധി കൊള്ളുന്നു. എല്ലാ ലക്ഷ്യങ്ങൾക്ക് പിന്നിലും ധർമ്മത്തിൻ്റെ അംശമുണ്ടായിരിക്കണമെന്നുള്ള ലോക സിദ്ധാന്തമാണ് ഗുരുദേവൻ തലമുറകൾക്കായി തയ്യാറാക്കി വെച്ചിരുന്നത്. അയജ്ഞ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരിലേക്ക് പ്രചരിക്കാൻ തക്ക ശേഷിയുള്ള കവിത്വങ്ങളായി അത് മാറ്റിളിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിലും ധർമ്മത്തിൻ്റെ അംശം നഷ്ടപ്പെടുമ്പോൾ അവയൊക്കെയും അധാർമികമായി മാറുന്നു എന്ന സിദ്ധാന്തം ശിഷ്യ പരമ്പരയിലേക്ക് എത്തിക്കുവാൻ ഗുരുവചനങ്ങൾക്ക് കഴിയുന്നു. തലമുറകളിലേക്ക് പ്രവഹിക്കുന്ന തീർത്ഥപ്രവാഹമായി ആ വാക്കുകളും മാറുന്നു.
പക്ഷെ ധർമ്മത്തിന് തന്നെ എന്താണ് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നാം സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൃഷി ചെയ്ത് നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചാൽ ആ കർഷകന് സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഒരു ധർമ്മം സമൂഹത്തിന് ആവശ്യമായ ഒരു പൊതുബോധമായി നമ്മുടെ ചിന്തകളിലേക്ക് വരണം. ഇതാണ് ജീവരാശിയുടെ നട്ടെല്ല്. ധർമ്മം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നറിയ സാഹചര്യത്തിൽ മനുഷ്യന് പലതിനോടും ഉള്ള അത്യാർത്തി ഒക്കെ മുടുത്തുന്നതാണ്. ഇത്തരം ചിന്തകളിൽ നിന്ന് ആധുനിക സമൂഹം വിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചെറിയ ബാല്യം മുതലേ തന്നെ കുട്ടികളെ ധാർമ്മികമായ ഒരു മതം പഠിക്കുക എന്നുള്ളതല്ല, മതത്തിനപ്പുറം മനുഷ്യരെ സ്നേഹിക്കാനും എല്ലാ മതത്തെയും ഉൾക്കൊള്ളുവാനും ബഹുമാനിക്കുവാനും എല്ലാ മതങ്ങളിലും പറയുന്ന ഈശ്വര തത്വം ഒന്നാണെന്നുള്ള ഒരറിവ് നമ്മൾ കുട്ടികൾക്ക് ഗുരുധർമ്മ പ്രചരണ സഭയുടെ എല്ലാ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ 2000-ലധികം യൂണിറ്റുകൾ സഭയുടേതായി രാജ്യത്തും വിദേശത്തും ഒക്കെയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കീഴിൽ പഠന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ബാല്യം മുതലേ അവരുടെ ധർമ്മത്തിൻ്റെ വിത്തുപാകാൻ നമുക്ക് സാധിച്ചാൽ അവർ ധാർമ്മിക മൂല്യമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായിത്തീരും. കാർഷിക വൃത്തിയാണ് ഗുരു ഏറെ ഭംഗിയോടെ പകർന്നു നൽകിയ ഒരാശയം. അതിൻ്റെ അനുരണനങ്ങൾ ശിവഗിരി കുന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗോകുലത്തിലും കാണാൻ കഴിയും. മക്കളെ പോലെ, അതുമല്ലെങ്കിൽ അതിനുമപ്പുറം പരിചരിക്കപ്പെടുന്ന 100-ലധികം ഗോക്കളാണ് ഗുരുവിൻ്റെ കടാക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ഗോകുലത്തിൽ നിരന്നു നിൽക്കുന്നത്. തുള്ളിക്കളിക്കുന്ന കിടാങ്ങളും ഓമനത്വം വർദ്ധിപ്പിക്കുന്നു. സഹജീവി സ്നേഹവും ധാർമ്മിക മൂല്യങ്ങളുടെ അകമ്പടിയോടെ പരിലസിച്ചു നിൽക്കുന്ന ആശ്രമത്തിൻ്റെ അന്തരീക്ഷമാണ് ഇവിടം പകർന്നു നൽകുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിവഗിരിയിലെ ഗോശാലയിലാണ്. ഗുരുദേവനുള്ള കാലത്ത് പശുവിനെ വളർത്തിയിരുന്നു. അതിൻ്റെ പരമ്പരയായിട്ടുള്ള പശുക്കളും ഉണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് ആണെങ്കിൽ അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, ഒരു പുലിപ്പശു എന്ന് പറഞ്ഞ ഒരെണ്ണം. അത് അന്നത്തെ ഉണ്ടായിരുന്നതിൻ്റെ പരമ്പര തന്നെയാണ്. മാധവൻ സ്വാമി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 90-ൽ വരുന്ന അവസരത്തിൽ അതുപോലെ നേരത്തെ ഇതുപോലെ 40 വർഷം മുമ്പ്, അന്ന് 40 വർഷം മുമ്പ് പുലിപ്പശു ഒരെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞു. അതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഉണ്ടായത് അവളാണ്. അപ്പോൾ ഏതായാലും ഗുരു പറഞ്ഞത് കൃഷി എന്ന് പറയുമ്പോൾ പശുവിനെ വളർത്തലും കൂടെ ഒരുമിച്ചാണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പോകാനേ ഒക്കുള്ളൂ. ചാണകം വേണം, കൃഷിയെ സംബന്ധിച്ചോളം വളമിടാനായിട്ട് വേണം. പിന്നെയല്ല പാല്, മോര്, തൈര് എന്നിവയ്ക്ക് എല്ലാത്തിനും ആവശ്യത്തിന് പശു കൂടിയേ കഴിയുള്ളൂ. പിന്നെയല്ല, പശു എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, ഒക്കെയാണ്. ഗോമാതാവ് എന്ന് പറയുന്നു. അതിന് കാരണം അമ്മയുടെ പാല് കഴിഞ്ഞാൽ പിന്നീട് പശുവിൻ്റെ പാലേ കുടിക്കുന്നുള്ളൂ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചോളം. വേറെ ഒന്നിൻ്റെ അങ്ങനെ വരുന്നില്ല. ആടിൻ്റെ പാലോ അല്ലെങ്കിൽ ആടിൻ്റെ പാല് സാധാരണയായിട്ട് ഇല്ല. എരുമപ്പാലെന്ന് പറഞ്ഞാൽ എരുമയും വളരെ കുറവാണ്. അപ്പം ഗോമാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ തന്നെയാണ്. അത് ഇവിടെ ഇപ്പോൾ ഇത്രയുള്ളതിൽ 102 പശുക്കളുണ്ട്, കുട്ടികളും എല്ലാം കൂടെ കൂടി. ഇപ്പോൾ അതിനകത്ത് മിക്സ് അല്ലെങ്കിൽ നാടൻ പശുക്കളാണ് കൂടുതലും. അതുകൊണ്ട് പാലിൻ്റെ കാര്യത്തിൽ കുറവാണ്, എങ്കിൽ പോലും നല്ല സൂപ്പർ പാലാണ്. ഇവിടെ നിന്നുള്ള ആളുകൾ പാല് മേടിച്ചുകൊണ്ട് പോകുന്നവർ പറയുന്നവർ 2 ആഴ്ച കൂടുമ്പോൾ 1 കിലോ നെയ്യ് കിട്ടുമെന്ന് പറയുന്നത്, പാട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമുക്ക് കണ്ടാലറിയാം, ഈ നിൽക്കുന്നതൊക്കെ നാടൻ പശുക്കളാണ്, നാടൻ്റെ മിക്സാണ്. അല്ലാതെ HF മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും വിദേശി ഇനത്തിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ജേഴ്സിൻ്റെ മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ശിവഗിരിയിലെ ആവശ്യത്തിന് കഴിഞ്ഞ് 2 നേരവും പുറത്ത് കൊടുക്കാനുള്ള പാല് ഇപ്പോൾ ഉണ്ട്. പുറത്ത് ആളുകൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഒരു ദിവസത്തേക്ക് അന്നൊന്ന് മേടിക്കുന്നില്ല, ചിലപ്പം വരുന്ന 2-3 പേര് ഇവിടെ ദൂരെ നിന്ന് വരുന്നവർ ഒരു ജീപ്പിന് അല്ലെങ്കിൽ കാറിന് വരികയാണെങ്കിൽ 2-3 പേരെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് പോകും. അതിൽ 1-2 ദിവസമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ 10-15-20 ലിറ്റർ പാലാണ് ഒരു ദിവസം
അവർ വാങ്ങിച്ചുകൊണ്ട് പോകാറുള്ളത്. അതുകൊണ്ട് നല്ലൊരു വിശ്വാസമായിരുന്നു തന്നെ. ഇല്ല, ഇപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കൃഷിക്ക് വേണ്ടുന്നത് മിച്ചമുള്ള ചാണകം കൊടുക്കുന്നുണ്ട്, പാലിൻ്റേത് ഇവിടെ നെയ്യും കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് ചെറിയ അളവിലാണേലും നെയ്യും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പശുക്കളായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു തൊഴുത്തിന് തറക്കല്ലിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയാണ് ഇപ്പോൾ കഴിഞ്ഞ 18-ാം തീയതി തറക്കല്ലിട്ടത്. ഇനിയിപ്പം നിൽക്കുന്ന കുട്ടികളിൽ ഇതിനകത്ത് ഇപ്പോൾ 56 എണ്ണത്തിനെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പുറത്ത് നിൽക്കുന്ന കുട്ടികളിൽ തന്നെ പ്രായമായതും ചനിയെ കുത്തിവെച്ചത് നിൽക്കുന്നതൊക്കെ ഉണ്ട്. ബാക്കി ഇനിയും ഒരു 5-6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിൻ്റെ ഒരു 10-30 പശുക്കളും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിനാണ് പുതിയ തൊഴുത്ത് കിട്ടിയേക്കുന്നത്. അപ്പം ഇത് ശിവഗിരിയിൽ വരുമ്പം കൃഷി എന്നത് പറയാതെ കൃഷി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സഹായകമാകുന്നതാണ് പശു എന്നുള്ളത്. ശിവഗിരിയെ സംബന്ധിച്ചോളം ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് ഒരു 100-300 പശുക്കളെ വളർത്താനുള്ള സൗകര്യമുണ്ട്. അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനുമുള്ളൊരിതാകും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പശുക്കൾക്ക് കൂടുതലും ചെയ്യുന്നത് ആയുർവേദ മരുന്നുകളാണ്. ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ അകിടിന് വേദനയ്ക്കും, പിന്നെ അതുപോലെ മറ്റ് കാലിന് നീരിന്, പിന്നെയുള്ളത് ചർമ്മം വഴിക്ക്, അതുപോലെ തന്നെ ഗർഭം പിടിക്കാതിരിക്കുന്നതിനുള്ള അങ്ങനെയുള്ള പശുക്കൾക്ക് 20 ദിവസത്തെ ഒരു മരുന്ന് ചെയ്ത് പല പശുക്കൾ അതിൽ 90% ചെനയേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ആയുർവേദപരമായ മരുന്നുകളൊക്കെ ആണെങ്കിലും ഒരു സമൂഹത്തിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അതെ, ഞാൻ പലയിടത്തും ഒരു സംരക്ഷണ വകുപ്പിൻ്റെ ഇതിന് പോകുമ്പം പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെയും അത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ചുരുങ്ങി വരുന്ന അവസരത്തിൽ പശുവിനെ വളർത്തലെന്ന് പറഞ്ഞാൽ ചുരുങ്ങി വരികയാണ്. വീട്ടിലൊരു പശുവിനെ കാണാനായിട്ട് ഇല്ലാത്ത ആളുകളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ കാണാൻ പറ്റുകയില്ലാത്തത്. ഇനി അഥവാ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയത്തില്ല പിള്ളേർക്ക്. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു പശുവിനെയും കാളയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. അതാണാണോ പെണ്ണാണെന്നറിയാൻ പറ്റാത്ത സാഹചര്യം അതാണ്. അതിനൊക്കെ ശിവഗിരി വന്നു കഴിയുമ്പോൾ തൊഴുത്തിൽ വന്ന് നോക്കി കണ്ടു പോകാനുള്ള അവസരം ഉണ്ടാകും, എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകും. ഇപ്പോഴത്തന്നെ ഉണ്ട്. അത് എല്ലാവരും അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കൃഷി എന്നുള്ളതിനൊരു പ്രചാരണം കൂടെ കൂടിയാണ്, ഗുരുദേവ ദർശനത്തിൻ്റെ ഒരു പ്രചാരണം കൂടെ കൂടിയാണ്. അതിന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഏത് അവസരത്തിലും നമ്മളിങ്ങോട്ട് വിട്ടേക്കും. ഇപ്പോൾ ഈ അവസരത്തിലാണ് പശുക്കളെ കുളിപ്പിക്കുന്നത്. രാവിലെയൊക്കെ പശു കിടക്കുന്ന സമയമാണ്, ഇപ്പോൾ ഇത്ര നേരം കിടക്കുന്നത്. എങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ശല്യം ഉണ്ടാക്കാതെ പോകണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടാറുണ്ട്. ഇനിയൊരു ഇറക്കമാണ് ചരിത്രത്തിൽ നിന്ന്, തിരുശേഷിപ്പുകളിൽ നിന്ന്, ദിവ്യമായ ധൂളികളിൽ നിന്നൊക്കെയെങ്കിലും ഉള്ളിൽ കടന്നുകൂടിയ ദിവ്യചൈതന്യം എക്കാലവും ശോഭകെടാതെ നിലനിൽക്കും. ഇവിടെ ഓരോ ചതയദിനത്തിലും തീർത്ഥാടന കാലത്തും നിലനിൽക്കുന്നത് ഗുരു പകർന്നു നൽകിയ അഷ്ടലക്ഷ്യങ്ങളാണ്. അതിൻ്റെ ധാർമ്മികമായ ഉൾച്ചേതനകൾ തിരിച്ചറിയാൻ പാകത്തിനുള്ള സംവാദങ്ങൾക്ക് വേദിയാകുന്നത് ഗുരുവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമി തന്നെയാണ്. ഇതാണ് ശിവഗിരി, ഗുരു നന്മയോടെ മേവുന്ന ശിവഗിരി, സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം.